ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലവ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ലവ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ അതിനുള്ള സൊല്യൂഷനുണ്ട്. അത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവാം, ശ്രമിച്ചിട്ടുണ്ടാവാം, എന്നിട്ടും ഒരു ലവ് സെറ്റാവാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഈസി ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കും ഇതുപോലെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾക്ക് ധാരാളം ബ്ലോക്സുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അത് മാനിഫെസ്റ്റ് ആവാത്തത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്തിടുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം സമയമില്ലെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഈ ലവ് ഒരുപാട് ശ്രമിച്ചിട്ടും സെറ്റാവാത്ത ആളുകൾ ഞാൻ ഇതിന് അർഹനല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. അങ്ങനെ ചിന്തിച്ച് അത് മനസ്സിൻ്റെ ഒരു വിശ്വാസമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങുകയാണ് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് ആ മെൻ്റൽ ബ്ലോക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഐ ഡിസേർവ് ലവ്, ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്നുള്ളത് നിരന്തരം ചിന്തിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പറയുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ്സ് രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ഐ ഡിസേർവ് ലവ്, മലയാളത്തിലാണെങ്കിൽ ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു മെൻ്റൽ ബ്ലോക്കിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വി അട്രാക്ട് വാട്ട് വി തിങ്ക് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ. അഥവാ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണോ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പം ഞാൻ സ്നേഹിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ലൈഫിൽ വരാൻ പോകുന്ന ആൾ ഇന്ന ക്വാളിറ്റീസൊക്കെ ഉള്ള ആളായിരിക്കണം. നമുക്ക് ആഗ്രഹിക്കാം, നോ പ്രോബ്ലം. എഴുതുക, നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം, എന്നെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം, എനിക്ക് അവരുടെ കൂടെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് എഴുതാം. പക്ഷേ ഇതല്ല പ്രോബ്ലം. പലപ്പോഴും ആളുകൾ മിസ്റ്റേക്ക് വരുത്തുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ആളെ വേണ്ട, എനിക്ക് ഇങ്ങനെയുള്ള ആളെ വേണ്ട, ആ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം മദ്യപാനം ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അപ്പോൾ എനിക്ക് മദ്യപിക്കുന്ന ആളെ വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ മദ്യപിക്കുന്ന ആളെ കുറിച്ചാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. യു അട്രാക്ട് വാട്ട് യു തിങ്ക്. അപ്പോൾ മദ്യപിക്കുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുകവലി ഇല്ലാത്ത ഒരാളെയാണ് എനിക്കിഷ്ടം, പുകവലി ഇല്ലാത്ത ഒരാൾ വന്നാൽ മതി എൻ്റെ ലൈഫിലോട്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് വരിക. എനിക്കൊരുപാട് ദേഷ്യപ്പെടുന്ന ആളുകളെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ദേഷ്യമുള്ള ആളുകളെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള ആളുകളെയാണോ വേണ്ടാത്തത് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് എങ്ങനെയുള്ള ആളുകളെയാണ് വേണ്ടത് അതിനെപ്പറ്റി ചിന്തിക്കുക. ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുക. എന്നിട്ട് അത് ഒരു 2-3 ദിവസം ഒന്ന് തുടർച്ചയായിട്ട് വായിക്കുക. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇമാജിനേഷനിലുള്ള എൻ്റെ ഹസ്ബൻഡ് എന്നുള്ളത്. ആ ക്ലാരിറ്റി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുകയാണെങ്കിൽ അതുപോലെയുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതും ഒരു എന്താ പറയുക സത്യാവസ്ഥയാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതുപോലെയുള്ള ഒരാളെ തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതും നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതൊക്കെ ആയിട്ട് അത് എല്ലാം കൂടി ചേരുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കും, എൻ്റെ ആൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അത് കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്,
എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു വിഷ്വൽ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. ഇപ്പം കാണണമെന്നല്ല പറയുന്നത്, ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെയോ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ കൃത്യമായി പ്ലാൻ ചെയ്ത് ചുറ്റുപാടും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടെത്തി കണ്ണടച്ചിരുന്ന് ജസ്റ്റ് ഒരു 10 ബ്രീത്ത് ചെയ്തിട്ട് കണ്ണടച്ചിട്ട് ഒരു സിനിമ പോലെ നിങ്ങൾ വിഷ്വൽ ചെയ്യുക. ഒരു 3 to 5 minutes ഒക്കെ നിങ്ങൾ ആ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ ലൈഫിൽ. നിങ്ങൾ പരസ്പരം കാണുന്നു, മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, എന്തെങ്കിലും ഇൻറ്റിമസി സീൻസ്, അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇമാജിനേഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് നന്നായിട്ട് കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എപ്പോൾ മാനിഫെസ്റ്റ് ആവും എന്നുള്ളതിനെ പറ്റിയിട്ടും വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോവുകയും മാത്രമല്ല നമ്മുടെ ഈ തോട്ട് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോവുകയും അതുവഴി നമുക്ക് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, വ്യക്തികൾ എല്ലാം ഈ പ്രപഞ്ചം നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അത് യൂണിവേഴ്സൽ പവറിന് വിടുക. അത് ഹൗ എന്നുള്ളത് യൂണിവേഴ്സൽ പവർ, ആ യൂണിവേഴ്സ് നോക്കിക്കോളും. നമ്മളതിനെ പറ്റിയിട്ട് വറീഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. അത് സംഭവിച്ചിരിക്കും ലൈഫിൽ. ഓക്കെ, നിങ്ങൾ ആ തോട്ട് പ്രോസസ്സിലൂടെ പോയാൽ മാത്രം മതി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. ഹൗ എന്നുള്ളത് ചിന്തിക്കേണ്ട. പിന്നെ വെൻ എന്നുള്ളതിനെ പറ്റിയിട്ടും വറീഡ് ആവണ്ട. എപ്പോൾ എന്നുള്ളത്, ഇപ്പോൾ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ, 20 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻസ്ഡ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ടൈമിങ്, ഒരു 6 month ഒക്കെ കുറച്ച് നാൾ നീട്ടിയിടുക. അപ്പം നമുക്ക് ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി കാരണത്താൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു 20-30 ഡേയ്സിനുള്ളിൽ തന്നെ മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കുന്നതാണ്. സോ ഇനി ഒരു 1 monthനുള്ളിൽ നടന്നിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ചെയ്തു വെച്ചതിൻ്റെ ഒരു റിസൾട്ട് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവത്തില്ല. ഒരു മാസത്തിനുള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിത്തിൻ 3 monthനുള്ളിൽ എക്സാക്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കുമെന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ലവ് മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ, ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലവ് എന്ന് പറയുന്നത്. അത് അനുഭവിക്കാനും ഫീൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുക എന്ന് പറയുന്നതും ഒരുപാട് ബ്ലെസ്സഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. സോ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതിനുള്ള സൊല്യൂഷൻസ് ചോദിക്കാവുന്നതാണ്. അത് അപ്ലൈ ചെയ്യുക. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് ധാരാളം കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്ര വലിയ സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി പഠിക്കാനും കുറേ ടെക്നിക്കുകളെക്കുറിച്ച് അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ധാരാളം കോഴ്സുകളുണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിലോട്ടൊക്കെ വന്ന് അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്കൊരു ഹാപ്പി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. സോ ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അവരും ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യട്ടെ. ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.